ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങളുടെ സ്വന്തം മുഖിൻ പെരുവലൂർ. 1999 2001 കാലഘട്ടത്തിൽ MASM വെൺമേനാടിൽ പഠിച്ച VHSE ഈ റീയൂണിയനായിരുന്നു ഇന്ന് നടന്നത്. 4/8/2024 2 മുതൽ 5 വരെയായിരുന്നു ഞങ്ങൾ സമയം നിശ്ചയിച്ചിരുന്നത്. ആദ്യം വന്നവർ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 10-18 പേർ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് നൽകുന്നതിനായി സുബിനും അതുപോലെ തന്നെ സ്നാക്സായി ഞങ്ങൾ കട്ട്ലേറ്റ് നൽകുന്നതിനായി ബർത്തിനും മുന്നിട്ടിറങ്ങി. ഈ സമയം മൈക്കെടുത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്യാനും എന്തൊക്കെയോ പിറുപിറുക്കുവാനും വേണ്ടി ഞാൻ ചാടി എഴുന്നേറ്റു. ഇത്തരത്തിൽ തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് പുറത്തേക്ക് പോകാനായും ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുവാനുമായി ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജിജോ CT അഥവാ CT തയ്യാറെടുക്കുമ്പോഴാണ് പാച്ചുവിൻ്റെ വരവ്. പാച്ചു കടന്നു വന്നതും വീണ്ടും CT എന്തൊക്കെയോ എണ്ണിപ്പറക്കി ദൈർഘ്യപ്പിച്ചുകൊണ്ടിരിക്കുന്നു. CTക്ക് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അടി തപ്പാനുണ്ടായിരുന്നു. CT ഇങ്ങനെ തടി തപ്പാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്നു. ആ സമയത്ത് സീനത്തും നജിലയും കയറി വന്നപ്പോൾ അവർക്കുള്ള ഇരിപ്പിടം തയ്യാറാക്കാനുള്ള തിരക്കിലായിരുന്നു ബെർട്ടിനും സുബിനും. എന്തോ സംഘാടക സമിതി അംഗങ്ങളായതിനാൽ അവർ എല്ലാം കൊണ്ടും ചാടി നടന്നു ഓടി നടന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ ലിൻഡോ മാഷിൻ്റെ കഥകൾ പറയാൻ തുടങ്ങി. ലിൻഡോ മാഷിൻ്റെ കെട്ടിനെക്കുറിച്ചും ലിൻഡോ മാഷിൻ്റെ പഠിപ്പിനെക്കുറിച്ചും ലിൻഡോ മാഷിൻ്റെ എല്ലാ കാര്യങ്ങളും ലിൻഡോ മാഷ് അവിടെ എണ്ണിപ്പറക്കുന്നുണ്ടായിരുന്നു. ലിൻഡോ മാഷിൻ്റെ എണ്ണിപ്പറക്കൽ കേട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തോന്നി. കൂടെ ലിൻഡോ മാഷിൻ്റെ എണ്ണിപ്പറക്കലുകളിൽ പലരും പങ്കാളികളായിരുന്നെന്നും അത് പലർക്കും സന്തോഷമുണ്ടാക്കുന്നതായും നമുക്ക് തോന്നി. ലിൻഡോ മാഷിന് ശേഷം നമുക്ക് ഇടയിലേക്ക് എണ്ണിപ്പറക്കാനായി എത്തിയത് ജയശ്രീ ആയിരുന്നു. ജയശ്രീക്ക് മൈക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. മൈക്കില്ലെങ്കിലും തനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴായിരുന്നു ധനേഷ് കുമാരൻ്റെ കടന്നു വരവ്. ധനേഷ് കുടുംബവുമായി ഒത്താണ് കടന്നു വന്നത്. ധനേഷിൻ്റെ വരവ് ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചു. ധനേഷും കുടുംബവും വന്നതിന് ശേഷം ഒന്നും കൂടി ഞങ്ങൾക്ക് ഇരിപ്പിടം തയ്യാറാക്കാൻ നമ്മുടെ ബെർട്ടിനും സുബിനും ചാടി എഴുന്നേറ്റുകൊണ്ടിരുന്നു. അതിനിടയിൽ നമുക്ക് സൗമ്യയും രാജിയും എത്തിയിരുന്നു. അങ്ങനെ സുബിൻ ഞങ്ങൾക്കെല്ലാവർക്കുമായി കാനഡയിൽ നിന്നും കൊണ്ടുവന്നെന്ന് പറയുന്ന ചോക്ലേറ്റ് വിതരണം ചെയ്യുവാനായി ചാടി എഴുന്നേറ്റ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ കുറച്ച് ഉറുമ്പുകൾ കൂട്ടത്തിൽ കടിക്കുന്നുണ്ടായിരുന്നു. നാവിലും മറ്റും ഉറുമ്പ് കടിച്ചപ്പോൾ എന്തൊക്കെയോ തോന്നി. പക്ഷേ കൊണ്ടുവന്ന ചോക്ലേറ്റുകൾ വളരെ രുചിയുള്ളതിനായി എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഇത്തരം തമാശകൾ നടക്കുമ്പോഴും പാച്ചു പണ്ടത്തെ പോലെ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇക്കൂട്ടത്തിൽ വ്ളോഗർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമെങ്കിലും ഞാൻ എന്തൊക്കെയോ പിറുപിറുത്തും അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ എല്ലാവരെയും കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നി. 10-23 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എല്ലാവരെയും കണ്ടപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നും മനസ്സിലായി. പലരെയും മനസ്സിലാകാത്ത രൂപത്തിൽ മാറി. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിഷമം മൂലം വിദൂരതയിൽ നിന്നും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന നിതീഷ് നിന്നെ ഞങ്ങൾ മറക്കുന്നില്ല. നിതീഷ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ സുബിനെയും മറ്റും വിളിച്ചുകൊണ്ട് അവൻ കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. അവന് വല്ലാത്ത വിഷമമുണ്ടെന്ന് തോന്നി. അത് ഞങ്ങൾക്ക് തീർത്തും മനസ്സിലാകുന്നു. അതിനിടയിലാണ് കേക്കുമായി വന്ന ജിൻഡിയെ ഞങ്ങൾ ശ്രദ്ധിച്ചത്. കേക്ക് പുറത്തെടുത്തു നോക്കിയപ്പോൾ അത് നിത സ്പോൺസർ ചെയ്തതാണെന്ന് ബെർട്ടിൻ പറയുന്നത് കേട്ടു. താങ്ക് യു നിത, നന്നായിരിക്കുന്നു. കേക്ക് സ്പോൺസർ ചെയ്തതിനും കേക്ക് നിർമ്മിച്ചതിനും ജിൻഡിക്കും നന്ദി. കേക്ക് കട്ടിംഗ് എന്തുകൊണ്ടും വളരെ രസകരമായ ഒരു സംഭവമായിരുന്നു. കേക്ക് കട്ടിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ അത് എല്ലാവർക്കുമായി വീതിച്ച് നൽകുന്നതിന് നമ്മുടെ ജിജോ തമ്പി മാഷ്ക്ക് കൊടുത്തു. മാഷ് അത് കട്ട് ചെയ്യുന്നത് കണ്ട് പലരും പലതിനോടും ഉപമിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും കൂസാതെയായിരുന്നു തമ്പി മാഷിൻ്റെ പ്രകടനം. തമ്പി മാഷ് അത് വളരെ കൃത്യതയോടും അതിൻ്റെ ലാഘവത്തോടുകൂടിയും ചെയ്തു തീർത്തു. ഇത് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. അത് എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. അത് കേക്ക് കഴിക്കലിന് ശേഷം നമ്മൾ അടുത്തതായി ഭക്ഷണ പരിപാടിയിലേക്ക് കടന്നു. എല്ലാവർക്കും എളുപ്പം തന്നെ വീടുകളിൽ തിരിച്ചെത്തേണ്ടതുകൊണ്ട് ഭക്ഷണ പരിപാടി ആരംഭിച്ചിരുന്നു. ഭക്ഷണ പരിപാടിയിൽ വളരെ രസകരമായി തോന്നിയത്, വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയത് പഴയകാലത്തെ കല്യാണ വീഡിയോകളാണ്. പഴയകാലത്തെ കല്യാണ വീഡിയോകളിലായിരുന്നു ഭക്ഷണം വിളമ്പുന്നതും കഴിക്കുന്നതുമുള്ള വീഡിയോ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കണ്ട് പലരും വളരെ കുറച്ച് ഭക്ഷണം എടുത്ത് കഴിച്ച് വീഡിയോകൾക്ക് മുന്നിൽ നിന്നും അഭിനയിക്കുന്നുണ്ടായിരുന്നു.
എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന വീഡിയോ എടുക്കുന്നതിനായിരുന്നു എനിക്ക് വന്ന നിർദ്ദേശം. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പലരുമായി വർത്തമാനം പറയാനുള്ളത് കൊണ്ടും എല്ലാ സുഹൃത്തുക്കളോടും വർത്തമാനം പറയേണ്ടതുകൊണ്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിനാൽ എനിക്ക് പലരെയും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പലരും പറയും ലേഡീസിനെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതൊന്നല്ല, ഞാനല്ല, അത് വിട്ടുപോയതാണ്. അത് കാരണമാണ് വീഡിയോ എടുക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ സദയം ക്ഷമിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കുന്നതിനായി അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോഴാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ട് ബെർട്ടിൻ അവിടെ എന്തൊക്കെയോ എണ്ണിപ്പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ എന്നോട് 2-3 സെൽഫി എടുക്കാൻ പറഞ്ഞതുകൊണ്ട് സെൽഫികളും ഞാൻ ഇതിനിടയിൽ ആഡ് ചെയ്യുന്നു. അവർക്കായി എടുത്തു കൊടുത്ത സെൽഫികളാണ് ഇതെല്ലാം. ഈ സെൽഫികളെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷനായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷനെ അണിനിരക്കുമ്പോൾ പല സജഷനും വന്നിരുന്നു. സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുത്താലോ, അതല്ല ഇതാണ് നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല സജഷനും വന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ബെർട്ടിൻ മുന്നോട്ട് വെച്ച ആശയം തന്നെയായിരുന്നു നന്നായിരുന്നത്. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോൾ പഴയ കലാലയ ജീവിതം എനിക്ക് ഓർമ്മ വന്നത്. എന്താ അറിയില്ല, പഴയ കലാലയ ജീവിതത്തിൽ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതെല്ലാം ഓർമ്മ വന്നു. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം എന്താ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴായിരുന്നു പലരും ക്ലാസ്സുകളിലെ ഗ്രൂപ്പുകളിലേക്ക് ഫോട്ടോ എടുക്കാൻ പോയി. ക്ലാസ്സുകളിലുള്ള ഓരോ ടീമുകളുണ്ടാവുമല്ലോ, നമ്മുടെ ഓരോ ഗ്രൂപ്പുകളുണ്ടാവില്ല. ആ ഗ്രൂപ്പുകൾ ഓരോന്ന് സെപ്പറേറ്റായി ഫോട്ടോ എടുക്കാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തോ നമ്മുടെ കലാലയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയതുപോലെ തോന്നി. എന്തോ ഒരു നൊസ്റ്റാൾജിയ. അങ്ങനെ എല്ലാവരും കലാലയ ജീവിതത്തിൽ ഒന്നിച്ചിരുന്ന ആ ഒരു ഗ്രൂപ്പുകൾ തേടി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. അതൊക്കെ ഒരു രസം അല്ലേ? കലാലയ ജീവിതം ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. അക്കാലത്ത് നമുക്ക് ഒന്നിനെക്കുറിച്ചും ഓർക്കേണ്ടതില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ചിന്തകൾ. തീർത്തും എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ അനുഭവിക്കാൻ യോഗമില്ലാതെ അങ്ങ് ദൂരനാട്ടിൽ ജോലി ചെയ്യുന്ന നമ്മളെ ഇതിൽ പങ്കുചേരാൻ കഴിയാത്ത സുഹൃത്തുക്കൾക്ക് എത്ര വിഷമമുണ്ടാവും അല്ലേ? അവർ എത്ര ദുഃഖിതരായിരിക്കും. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നേനെ. അവരും കൂടിയുള്ള ഒരു റീയൂണിയനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അതല്ലേ ഒരു രസം. അങ്ങനെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. അപ്പോഴേക്കും ഓരോരുത്തരായി യാത്ര പറഞ്ഞ് പുറപ്പെടാനായി തയ്യാറായിക്കൊണ്ടിരുന്നു. ഈ സമയത്തായിരുന്നു നമ്മുടെ സെയ്ഫുവിൻ്റെ കടന്നുവരവ്. സെയ്ഫു വന്നപ്പോൾ വളരെ നേരം വൈകിയിരുന്നു. സമയം 5 കഴിഞ്ഞിരിക്കുന്നു. സെയ്ഫു ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. സെയ്ഫു ഗ്രൂപ്പിൽ കണ്ട ചർച്ചകളൊന്നും ശ്രദ്ധിച്ചേതേയില്ല. ഗ്രൂപ്പിൽ ഇടയ്ക്കിടെ നടക്കുന്ന ആ ഒരു ആവേശ ചർച്ചയിൽ എന്തൊക്കെയോ വന്ന് എന്തൊക്കെയോ പോയി എന്ന് പറയുന്ന പോലെ നടക്കുന്ന ചർച്ചകളാകും എന്ന് കരുതിയാണ് സെയ്ഫു ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നത്. സെയ്ഫു വന്നതും സമയം പോയതും ഒരുമിച്ചായിരുന്നു. ഇക്കൂട്ടത്തിൽ പലരും ആ സമയം കൊണ്ട് യാത്ര പറഞ്ഞ് പുറത്തായിരുന്നു. എല്ലാവരും പോയപ്പോൾ പിന്നെ ഞങ്ങൾ തികച്ചും 6 പേരിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ റീയൂണിയൻ പരിപാടി ഇന്ന് ഇവിടെ അവസാനിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയവും എത്തിയിരിക്കുന്നു. അപ്പോൾ അടുത്ത തന്നെ ഒരു റീയൂണിയൻ ഉണ്ടാകുമ്പോൾ പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്താം.